എക്സലിനെ കുറിച്ച് കാര്യമായിട്ട് ഒരറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. എക്സൽ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിൽ നമുക്കിവിടെ സെർച്ചിൽ എക്സലിന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പ്രോഗ്രാംസിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് എക്സൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് എക്സലിൻ്റെ വിൻഡോ വരുന്നത്. ഇതിൽ എക്സലിൻ്റെ ഓരോ ബുക്കിലും ഒരുപാട് ഷീറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനെ വർക്ക് ഷീറ്റ് എന്ന് പറയും, ഷീറ്റ്. അതുപോലെ ഈ ഒരു ബുക്കിനെ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ പറയില്ല, അതുപോലെ ഈ ഒരു ബുക്കിനെ നമ്മൾ പറയുന്നത് വർക്ക് ബുക്ക് എന്നാണ് പറയുന്നത്. എക്സലിലെ ഓരോ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഓരോ ബുക്കിനെ പറയുന്നതാണ് വർക്ക് ബുക്ക്. ഓരോ പേജസിനെ പറയുന്നതാണ് അല്ലെങ്കിൽ ഓരോ ഷീറ്റിനെ പറയുന്നതാണ് വർക്ക് ഷീറ്റ് എന്നത്. ഓക്കെ, ഇതിലിപ്പോൾ ഷീറ്റ് 1 ആണ് ആക്റ്റീവായി നിൽക്കുന്നത്. ഷീറ്റ് 1 ഇതിൽ ഓരോ ഷീറ്റും ഡിഫറെൻറ്റ് കോളംസ് ആൻഡ് ഡിഫറെൻറ്റ് റോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, എ ബി സി ഡി ഇ അങ്ങനെ പോകുന്നതാണ് കോളംസ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതാണ് ഒരു കോളം. ഇതിങ്ങനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഡൗൺ ആരോ ആകുമ്പോൾ താഴേക്ക് ഫുൾ സെലക്റ്റഡ് ആയിക്കോളും. കണ്ടോ, അതുപോലെ 1 2 3 4 ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഒരു റോ എന്ന് പറയുന്നത്. ABCD കൊടുത്തിരിക്കുന്നത് കോളംസ്, ദെൻ 1 2 3 കൊടുത്തിരിക്കുന്നത് റോസ് ആണ്. ഓക്കെ, പിന്നെ കോളവും റോയും കൂടിച്ചേരുന്ന ഇതിനെയാണ് ഒരു സെല്ലെന്ന് പറയുന്നത്. C കോളം 2 റോ, ഇതാണ് ഒരു സെല്ല് C2. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സെല്ലാണ്. E3 എന്നുള്ളതാണ് ഈ ഒരു സെല്ല്. ഓക്കെ, കോളവും റോയും കൂടി ചേരുന്നതാണ് ഒരു സെല്ലെന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ബുക്ക്, ഇതിലെ ഓരോ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഓരോ ബുക്കിനെ പറയുന്നതാണ് വർക്ക് ബുക്ക്. ഇതിലെ ഓരോ പേജസ് ആണ് ഷീറ്റ്. ഡിഫറെൻറ്റ് ഷീറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് ഒരു ഷീറ്റ് ആക്റ്റീവായി നിൽക്കുന്നുണ്ടാവും. ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ വേറെ ഷീറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ നമുക്ക് വർക്ക് ചെയ്യാം. സെയിം തന്നെ കോളംസും റോസുമായിട്ടുള്ള ആ ഒരു ഷീറ്റായിരിക്കും അല്ലെങ്കിൽ ഒരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഷീറ്റ് 3 ആണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഷീറ്റ് 2ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഷീറ്റ് 1ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ABCD കൊടുത്തിരിക്കുന്നത് കോളംസ് ആണ്, 1 2 3 കൊടുത്തിരിക്കുന്നത് റോസ് ആണ്. കോളവും റോയും കൂടി ചേരുന്നതാണ് ഒരു സെല്ലെന്ന് പറയുന്നത്. ഓരോ സെല്ലിനും ഓരോ നെയിമുണ്ട്. അത് ഫസ്റ്റ് കോളത്തിൻ്റെ പേര്, പിന്നെ റോയുടെ പേര്. അത് നമുക്ക് ഒരുപാട് എക്സലിൽ യൂസ് ചെയ്യേണ്ടി വരും. സെല്ലിൻ്റെ അഡ്രസ്സ്, കോളം റോ കൂടിച്ചേരുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് അങ്ങനെ ഓരോ ടാബ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഓരോ ടാബ് എന്ന് പറയും. ഫയൽ, ഹോം, ഇൻസേർട്ട് അങ്ങനെയുള്ളത്. ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വരുന്ന ഓപ്ഷൻസ് ഇങ്ങനെ കാണിക്കും. ഫയൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യാനും സേവ് ചെയ്യാനും ന്യൂ ഫയൽ അല്ലെങ്കിൽ ന്യൂ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിരിക്കും അതിൽ വരുന്നത്. ഹോം ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് കട്ട്, കോപ്പി, പേസ്റ്റ്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ അങ്ങനെ ഫോണ്ടിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നത്, അലൈൻമെൻറ്റ്, അതുമുതൽ ഒരുപാട് ഓപ്ഷൻസ് ആയിരിക്കും ഇതിൽ കാണിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഓരോന്നിനെയും നമുക്ക് ടൂൾ എന്ന് പറയാം. കണ്ടോ, ഇത് കൊടുത്തിരിക്കുന്നത് ഓരോ ടൂൾസാണ്. ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓരോ ടൂൾസ് ആയിരിക്കും കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോം ആണ് കൂടുതലായിട്ട് നമ്മൾ ഹോം എന്നുള്ള ടാബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അതിൽ വരുന്ന ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ടാബാണ് ഹോം ടാബ്. ഓക്കെ, ഇനി ഇവിടെ താഴെ E6 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ E6 ഇതിനെ പറയുന്നതാണ് നെയിം ബോക്സ് എന്ന്. ഇപ്പോൾ E6 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ സെല്ലിൻ്റെ അഡ്രസ്സ് കാണിക്കുന്നതാണ് ഈ നെയിം ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ E4 ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നെയിം നമുക്കിങ്ങനെ കോളം, റോ നോക്കിയിട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ ഈ നെയിം ബോക്സിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ G8 ആണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ആ സെലക്റ്റഡ് സെല്ലിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ നെയിം അതായിരിക്കും ഇവിടെ ഈ നെയിം ബോക്സിനകത്ത് കാണിക്കുന്നത്. P5 ആണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഓക്കെ,
അതുപോലെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ഫങ്ഷൻ FX എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഇത് ഫങ്ഷൻസ് ആണ്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് കാണിക്കുന്നത്, ഫങ്ഷൻ ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നതുണ്ടോ, ഇതാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഫോർമുല ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഈക്വൽ ടു ഇപ്പോൾ ഏതെങ്കിലും ഫോർമുലാസ് നമ്മൾ എഡിറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല ബാറിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർമുല ബാർ എന്ന് പറയുക. ഇനി നമുക്ക് ഈ ഫുൾ ഷീറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. Ctrl+A കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഷീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് പകരമായിട്ട് ഇവിടെ ഈ കോർണറിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഷീറ്റ് സെലക്റ്റഡ് ആകും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് കോളത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ Ctrl പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻഡ് എന്നുള്ള കീയിൽ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ കഴ്സർ നിൽക്കുകയാണെങ്കിൽ Ctrl എൻഡ് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് കോളത്തിൽ വന്ന് നിൽക്കും. ഇതാണ് ലാസ്റ്റ് കോളം വരുന്നത്. ഓക്കെ, തിരിച്ച് ഫസ്റ്റ് കോളം എയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? Ctrl പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഹോം കൊടുക്കുക, തിരിച്ച് എയിലേക്ക് വന്നു. ഓക്കെ, Ctrl എൻഡ് ലാസ്റ്റ് കോളത്തിലേക്ക് പോകാം, Ctrl ഹോം ഫസ്റ്റ് കോളത്തിലേക്ക് തിരിച്ചു വരാം. അതുപോലെ Ctrl പേജ് ഡൗൺ കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് റോയിൽ വന്ന് നിൽക്കും. ഇതാണ് ലാസ്റ്റ് റോ വരുന്നത്, 10,48,576. തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ Ctrl പേജ് അപ്പ്, തിരിച്ച് ഫസ്റ്റ് റോയിൽ വന്ന് നിന്നു. Ctrl എൻഡ്, Ctrl ഹോം, ദെൻ Ctrl പേജ് ഡൗൺ കൊടുത്താൽ പേജ് ഡൗണിലേക്ക് പോകും, ലാസ്റ്റ് റോയിൽ വരും. അതായത് Ctrl പേജ് അപ്പ് കൊടുത്താൽ ലാസ്റ്റ് റോയിൽ നിന്ന് തിരിച്ച് ഫസ്റ്റ് റോയിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ കോളം പറഞ്ഞു, റോ പറഞ്ഞു, സെല്ല് പറഞ്ഞു. ഇനി റേഞ്ച് എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇത്രയും സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാൽക്കുലേഷനോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെലക്ഷൻ ഇതിനെ പറയുന്നതാണ് റേഞ്ച് എന്ന്. ഇപ്പോൾ എനിക്ക് ഇത്രയും ഈ കൺട്രോളിൻ്റെ ഇവിടെ മുതൽ പേജ് അപ്പ് വരെ സെലക്ട് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇതിനെ പറയുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ച് എങ്ങനെയാണ് നോക്കുന്നത്? ഇതിൻ്റെ റേഞ്ച് എങ്ങനെയായിരിക്കും? അതായത് ഈ ഫസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് E4 കോളൻ ലാസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് H7. അത് സെപ്പറേറ്റ് ചെയ്യുന്നത് കോളൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് ഈ റേഞ്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും? E4 കോളൻ H7. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സെലക്റ്റഡ് ഏരിയ ഇപ്പോൾ ഇത്രയും സെലക്ട് ചെയ്തു. ഈ ഏരിയയുടെ റേഞ്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ്, പിന്നെ ലാസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് കോളൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുക. ഇനി നമുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വർക്ക് ബുക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്ന് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതൊക്കെ അറിയായിരിക്കും. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരുപാട് മാറ്റർ ടൈപ്പ് ചെയ്തു. ഇനി ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സേവ് ഓർ സേവ് ആസ് എടുക്കാം. സേവ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫയൽ നെയിം ചോദിക്കും. ഫയൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ എക്സൽ ഫോർ ബിഗിനേഴ്സ് എന്ന് കൊടുത്തു. ദെൻ ഇവിടെ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ അടിച്ചാൽ മതി. സേവ് ചെയ്തു. ഈ വർക്ക് ബുക്ക് നമ്മൾ സേവ് ചെയ്തു. സേവ് ചെയ്ത നെയിം മുകളിൽ കാണിച്ചിട്ടുണ്ട്, എക്സൽ ഫോർ ബിഗിനേഴ്സ് സേവ്ഡ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫയൽ സേവ് ചെയ്തു, അല്ലെങ്കിൽ വർക്ക് ബുക്ക് സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണ്, കുറച്ചുകൂടി ആഡ് ചെയ്തു മാറ്റർ. ഇനിയിപ്പോൾ ഈ മാറ്റർ കൂടി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യണമെന്നില്ല. ഇവിടെ ഫസ്റ്റ് ബാറിൽ കാണുന്നുണ്ടോ, ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ സേവ്, Ctrl+S. ഈ സേവ് എന്നുള്ള ഐക്കൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഐക്കണിൽ
ക്ലിക്ക് ചെയ്താൽ മതി. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്തോളൂ. അല്ലെങ്കിൽ കീബോർഡിനകത്ത് Ctrl+S പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എസ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, Ctrl+S. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് എടുത്തിട്ട് ഫയൽ നെയിം കൊടുത്തു, സേവ് കൊടുത്തു. നമ്മുടെ ഫയൽ സേവ് ചെയ്തു, ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മാറ്റർ കൊടുക്കുന്നത് നമുക്ക് കൂടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യണം. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ Ctrl+S പ്രസ് ചെയ്യുക, കീബോർഡിൽ Ctrl+S. അല്ലെങ്കിൽ ഇവിടെ ഈ ഫസ്റ്റ് ബാറിനകത്ത് Ctrl+S എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ കൊണ്ടുവെക്കുമ്പോൾ അതിൽ സേവ് ദിസ് ഡോക്യുമെൻറ്റ് എന്നാണ് എഴുതി കാണിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത മാറ്റർ അല്ലെങ്കിൽ ഇതിൽ വരുത്തിയ ചേഞ്ചസ് കംപ്ലീറ്റ് സേവ് ആയിക്കോളും. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ ബുക്ക് തന്നെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഞാനിപ്പം ഈ ഫയൽ തന്നെ ക്ലോസ് ചെയ്തു. ഇപ്പം നമ്മൾ എക്സൽ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിൽ എക്സൽ ഓപ്പൺ ചെയ്തു, എക്സൽ ആപ്പ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ഇപ്പം ഞാനൊരു ബ്ലാങ്ക് വർക്ക് ബുക്കിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുക്കുമ്പോൾ ഇവിടെ ലിസ്റ്റ് ഓഫ് ഫയൽസ് കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഏത് ഫയലാണോ വേണ്ടത്, ഏത് പേര് ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഓർമ്മ വേണം. ആ നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് പുതിയൊരു വർക്ക് ബുക്കിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ കൊടുക്കുക. കണ്ടോ, ഫയലിൽ ന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് കാണിക്കുന്നുണ്ട്. നമുക്കൊരു ബ്ലാങ്ക് വർക്ക് ബുക്കിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. പിന്നെ താഴേക്ക് കുറേ ടെംപ്ലേറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് അത് എടുത്താൽ മതി. ഓക്കെ, താഴെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഫുള്ളി ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വർക്ക് ബുക്കിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ഫയലിൽ നമ്മളൊരു ന്യൂ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തു. ഓൾറെഡി സേവ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. പിന്നെ നമ്മൾ മാറ്ററൊക്കെ കൊടുത്തു. ഫയൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിനകത്ത് ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി സേവ് ആയതുകൊണ്ട് ഇവിടെ സേവ് കോപ്പി എന്ന് കാണിക്കുന്നത്. ഓക്കെ, ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ബാക്ക്വേർഡ് പോകാൻ പറ്റും. ഓക്കെ, ഫയലിൽ ന്യൂ ഓപ്പൺ സേവ്. ഇനി നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ കോപ്പി പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ Ctrl+N ഇങ്ങനെ ഈ ഒരു മാറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഈ ഒരു കൊടുത്തിരിക്കുന്ന Ctrl+പേജ് ഡൗൺ ഇത് മാത്രം എനിക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേജിനകത്ത് വേറെ എവിടെയെങ്കിലും പേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷീറ്റിലോ അത് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഫസ്റ്റ് ഏത് മാറ്ററാണോ നമുക്ക് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഓപ്ഷൻ വരുന്നത് ഈ ഹോം ടാബിനകത്ത് ഇവിടെ ഒരു കണ്ടോ, ഇതാണ് കട്ടിൻ്റെ ടൂൾ വരുന്നത്. ഇവിടെ കട്ട് ചെയ്യാനുള്ള ടൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കത്രിക കൊടുത്തിട്ടുണ്ട്, സിസ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മാറ്റർ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പൽ കാണിക്കും. ഇനിയിപ്പോൾ എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക. ഇനി പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം ടാബിനകത്ത് തന്നെ പേസ്റ്റിൻ്റെ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതാണ് കട്ട് പേസ്റ്റ്. എവിടെ നിന്നാണോ കട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഫുൾ മാറ്റർ, ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഫുൾ മാറ്റർ, ഇനിയിപ്പോൾ എനിക്കിതിപ്പോൾ കട്ട് ചെയ്തത് തിരിച്ചിങ്ങോട്ട് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അൺഡു കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ അൺഡു ഈ സേവ് കഴിഞ്ഞിട്ട് സേവിൻ്റെ ടൂൾ കഴിഞ്ഞിട്ട് അൺഡു എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം
ലാസ്റ്റ് ചെയ്ത ആക്ഷൻ എന്താണോ അത് ക്യാൻസൽ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റ് ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അത് അവിടെ നിന്ന് പോയിട്ട് എവിടെയാണ് ഇരുന്നിരുന്നത് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പം ഇങ്ങനെയും കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് ചെയ്ത ആക്ഷന് തൊട്ട് മുമ്പുള്ള ആക്ഷൻ എന്തായിരുന്നു? കട്ടായിരുന്നു. അതാണിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് അൺഡു വരുന്നത്, നമ്മൾ ലാസ്റ്റ് ചെയ്ത ആക്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ കട്ട് പേസ്റ്റ് അല്ലേ പറഞ്ഞത്, ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന മാറ്റർ, ഇത്രയും മാറ്റർ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് എനിക്ക് ഷീറ്റ് 3ൽ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഇവിടെ എന്ത് മാറ്ററാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തു. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ കട്ട് എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ എക്സ് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും മാറ്റർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് കഴ്സർ പ്ലേസ് ചെയ്യാം. ഷീറ്റ് 3 എടുത്തു, ഇപ്പോൾ ഇവിടെയാണ് എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്, അവിടെ കഴ്സർ പ്ലേസ് ചെയ്തു. അതിനുശേഷം ഇവിടെ പേസ്റ്റ് എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യാം, പേസ്റ്റ്, അല്ലെങ്കിൽ കൺട്രോൾ വി. ഒന്നുകിൽ പേസ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ വി പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത മാറ്റർ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഷീറ്റ് 1-നകത്ത് ഇത് ഉണ്ടാവുമോ? ഈ ഒരു മാറ്റർ ഉണ്ടാവുമോ? ഇല്ല, അവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഷീറ്റ് 1-ലില്ല, ഷീറ്റ് 3ലേക്ക് പേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു ആക്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺഡു കൊടുത്താൽ മതി. ഓക്കെ, അൺഡു കൊടുത്തപ്പോൾ ആ ഒരു ആക്ഷൻ ക്യാൻസൽ ചെയ്തു. വീണ്ടും അൺഡു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് തൊട്ട് മുമ്പ് ചെയ്തത് അത് ക്യാൻസൽ ചെയ്യും. അതാണ് അൺഡു, അല്ലെങ്കിൽ കൺട്രോൾ ഇസെഡ്. ഓക്കെ, കട്ട് പേസ്റ്റ്, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ എനിക്ക് ഈ ഷീറ്റിനകത്തും വേണം, ഷീറ്റ് 2-നകത്തും വേണം. ഇപ്പോൾ ഞാനിപ്പോൾ ഷീറ്റ് 1-ൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ മാറ്റർ എനിക്ക് ഇവിടെ നിന്ന് കോപ്പി എടുത്തിട്ട് ഷീറ്റ് 2-ൽ പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്തു, എന്താണോ കോപ്പി ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ടൂളാണ് കോപ്പി എന്നുള്ള ടൂള്, പേസ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ടൂള് കോപ്പി, അല്ലെങ്കിൽ കൺട്രോൾ C കീബോർഡിൽ പ്രസ് ചെയ്താലും മതി. കോപ്പി ക്ലിക്ക് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഷീറ്റ് 2-ൽ ഇത് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ഞാൻ കോപ്പി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് സെലക്ട് ചെയ്യണം ഫസ്റ്റ്, ദെൻ ഇവിടെ ഈ കോപ്പി എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ C പ്രസ് ചെയ്യുക കീബോർഡിൽ. ഇപ്പോൾ ഇത് കോപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക, ദെൻ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ V കീബോർഡിൽ പ്രസ് ചെയ്യുക. ഇവിടെ കൺട്രോൾ V കൊടുത്താലും ഇതിപ്പോൾ ഇവിടെ നിന്ന് കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കട്ട് പഠിച്ചു, കോപ്പി പഠിച്ചു, പേസ്റ്റ് പഠിച്ചു. കട്ട് പേസ്റ്റ് പഠിച്ചു ആദ്യം, ദെൻ കോപ്പി പേസ്റ്റ് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മാറ്റർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുൾ മാറ്ററാണ്. ഇപ്പം ഈ ഷീറ്റിനകത്ത് ഒരുപാട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ A കൊടുത്തിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഈ കോർണറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ സെലക്റ്റഡ് ആയി. ഇനി ഡിലീറ്റ് കൊടുത്താലും അത് പോകും. ഓക്കെ, കൺട്രോൾ A കൊടുക്കാം, അല്ലെങ്കിൽ കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫുൾ സെലക്റ്റഡ് ആവും. ഇപ്പോൾ നമുക്ക് കുറച്ച് പാർട്ട് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അടിച്ചാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എംപ്ലോയീസ് സാലറി സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഹെഡിങ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സെലക്ട് ചെയ്യുക, ദെൻ ഇവിടെ U ക്ലിക്ക് ചെയ്താൽ മതി. U ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്തു. കണ്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. താഴെ സീരിയൽ നമ്പർ കൊടുത്തു, നെയിം, ബേസിക് സാലറി, ദെൻ TA,
ട്രാവലിംഗ് അലവൻസ്, ദെൻ ടോട്ടൽ, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എംപ്ലോയി സാലറി സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഹെഡിങ് നമുക്ക് ബോൾഡിലാക്കണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ബി കണ്ടോ, കൺട്രോൾ ബി ഓർ ബോൾഡ്, അതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡിങ് മാത്രം ബോൾഡായിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് യു ക്ലിക്ക് ചെയ്തു. ബോൾഡാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മാറ്റർ സെലക്ട് ചെയ്തിട്ട് ബി ക്ലിക്ക് ചെയ്തു. ബി എന്ന് പറഞ്ഞാൽ ബോൾഡ്. അത് കീബോർഡ് വഴി ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ ബി കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 പേരുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കൊടുത്തു, എൻട്രി ചെയ്തു, 2 കൊടുത്തു. സാധാരണ നമ്മൾ താഴേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. എക്സലിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ആ 2 സെല്ല് സെലക്ട് ചെയ്യുക. ഈ 2 സെല്ല് സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ കഴ്സർ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് പ്ലസ് വരും. ദെൻ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്പേഴ്സ് ഫില്ല് ചെയ്തോളും. ഫസ്റ്റ് 2 സെൽസിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്തു, ടൈപ്പ് ചെയ്തു. അതിനുശേഷം ആ 2 സെല്ല് സെലക്ട് ചെയ്തിട്ട് കോർണറിൽ വയ്ക്കുമ്പോൾ ബ്ലാക്ക് പ്ലസ് ആവും. ദെൻ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ കോളം സെൻട്രലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ആരോ വരുമ്പോൾ ക്ലിക്ക് ചെയ്യുക ഡൗണിലേക്ക്. ഇതിനകത്ത് ഇവിടെ ടൂളുണ്ട്. സെക്കൻഡ് ടൂളാണ് സെൻറ്റർ എന്ന് പറയുന്നത്. അലൈൻമെൻറ്റിൻ്റെ ടൂള് ഫസ്റ്റ് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ, റൈറ്റ്, സെൻറ്റർ ക്ലിക്ക് ചെയ്തു. ഫുൾ ആ കോളം കംപ്ലീറ്റ് സെൻട്രലൈസ് ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ ഈ സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ നെയിം കൊടുത്തു, ബേസിക്, ടി എ, ടോട്ടലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നെയിം കോളം എനിക്ക് സെലക്ട് ചെയ്തിട്ട് സെൻട്രലൈസ് ചെയ്യണം. അപ്പോൾ എവിടെ തുടങ്ങിയാണോ നമുക്ക് സെൻട്രലൈസ് ചെയ്യേണ്ടത് അതെങ്ങനെ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇവിടെ അലൈൻമെൻറ്റിൽ സെൻറ്റർ എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് മാത്രം സെൻറ്റർ ചെയ്തു. ഓക്കെ, സീരിയൽ നമ്പർ, നെയിം, ബേസിക് സാലറി, ടി എ, ടോട്ടൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എംപ്ലോയീസ് സാലറി സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കുറച്ചും കൂടി ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കണം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ എ ടൂള്, ഇൻക്രീസ് ഫോണ്ട് സൈസ്, ഡിക്രീസ് ഫോണ്ട് സൈസ്, അങ്ങനെ 2 ടൂള് കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ 16 ഫോണ്ട് സൈസിലാണ് കിടക്കുന്നത്. കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആരോ ക്ലിക്ക് ചെയ്യുക, നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 20 കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ ഫോണ്ട് സൈസ് കൂട്ടിക്കൊടുക്കാനുള്ള ടൂളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വിൻഡോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 പേരുടെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇപ്പം എനിക്ക് ഈ ഡി എന്നുള്ള കോളം എനിക്ക് കുറച്ച് വലുതാക്കി കൊടുക്കണം. എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ടോട്ടലിൻ്റെ കോളം വലുതാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എഫ് എന്നുള്ളതാണ് ടോട്ടലിൻ്റെ കോളം വരുന്നത്. ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്ലസ് സിമ്പൽ വരും. ദെൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അത് വലുതാക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബേസിക് പ്ലസ് ടി എ ആണ് എനിക്ക് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക. ഇവിടെ ഹോം എന്നുള്ള ടാബിൽ ഓട്ടോ സം ഉണ്ട്. ഇവിടെ സിഗ്മ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ സം, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, സം ഓഫ് D3 E3. അപ്പോൾ ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. സം ഓഫ് D3 to E3 എൻട്രി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ടോട്ടൽ ഇവിടെ കാണിച്ചു. ഇനിയിപ്പോൾ താഴേക്ക് നമുക്ക് ഓരോന്നിൻ്റെ ഓട്ടോ സം കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഫസ്റ്റ് സെല്ലിലുള്ള ഫോർമുല നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. നേരത്തെ ചെയ്ത പോലെ ആ കോർണറിൽ കഴ്സർ പ്ലേസ് ചെയ്യുക, പ്ലസ് സിമ്പൽ വരുമ്പോൾ താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെ ആ ടോട്ടൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, സിഗ്മ യൂസ് ചെയ്തിട്ട് സം കാണുന്നത്. ഇനി അനദർ മെത്തേഡ്, ബേസിക് പ്ലസ് ടി എ കാണാൻ വേണ്ടിയിട്ട് ഏത് സെല്ലിലാണോ ടോട്ടൽ കാണേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്തു, ഈക്വൽ ടൈപ്പ് ചെയ്യാം. ദെൻ ഈ സെല്ലാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി പ്ലസ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പ്ലസ് സിമ്പൽ കൊടുക്കുക. ഇനി ഏത് സെല്ലുമായിട്ടാണ് നമുക്ക്
കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലസ് ചെയ്യേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, D3 പ്ലസ് E3 ഈക്വൽ ടു D3 പ്ലസ് E3 എൻട്രി ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ടോട്ടൽ കിട്ടും. ഇപ്പോൾ 2 മെത്തേഡ് കാണിച്ചു. ഒന്ന് സിഗ്മ വഴി സം കാണാം, പിന്നെ ഈക്വൽ ടു ആ ഒരു റേഞ്ച് കൊടുത്താൽ മതി. പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്തോളും. ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ എല്ലാ കാൽക്കുലേഷൻസും കറക്റ്റ് ഒരേ രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിഗർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫുൾ ടോട്ടൽ ഇവിടെ കാണണം. ഇപ്പോൾ എന്ത് ചെയ്യണം? അവിടെ കഴ്സർ പ്ലേസ് ചെയ്തു, സിഗ്മ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോക്കുക, റേഞ്ച് കാണിക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. ഇവിടെ F3 തുടങ്ങി F7 വരെയാണ് സം കാണിക്കുന്നത്. എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന മാറ്ററിന് ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് മാറ്റർ ആദ്യം സെലക്ട് ചെയ്യുക, ഇവിടെ ബോർഡർ കൊടുക്കുക. ഈ ഹോം എന്നുള്ള ടാബിനകത്ത് അണ്ടർലൈൻ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ടൂളാണ് ബോർഡറിൻ്റെ ടൂള്. അതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോർഡർ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ സൈഡും ബോർഡേഴ്സ് വേണം. സോ ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അത് ഫുൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാൻഡ് ടോട്ടലിന് ബോർഡർ കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ബോർഡർ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഫയലിൽ പ്രിൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഏത് രീതിയിലാണ് ഇരിക്കുന്നതെന്നുള്ളത്. കണ്ടോ, സാലറി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇപ്പോൾ ഇതുപോലെ ബോർഡറൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി, പ്രിൻ്റ് എടുത്തോളൂ. ഓക്കെ, ഇനിയിപ്പം ബോർഡർ വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക, സെയിം ആ ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, നോ ബോർഡർ കൊടുക്കുകയാണെങ്കിൽ ഫുൾ ബോർഡേഴ്സും പോയിട്ടുണ്ട്. അത് വ്യൂ ചെയ്യാൻ നമുക്ക് പ്രിൻ്റിൽ ഫയലിൽ പ്രിൻ്റ് എടുത്ത് നോക്കിയാൽ മതി. കണ്ടോ, ബാക്ക് അടിക്കുക. അതായത് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക മാറ്റർ, ഇവിടെ ബോർഡർ എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഫുൾ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഔട്ട്സൈഡ് ബോർഡർ മാത്രം കുറച്ച് തിക്കായിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തു, ഈ ബോർഡർ എന്നുള്ള ടൂളിൽ തന്നെ ആരോയിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടോ, തിക്ക് ഔട്ട്സൈഡ് ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്താൽ മതി. ഔട്ട്സൈഡ് ബോർഡർ മാത്രം കുറച്ച് തിക്കായിട്ട് കിട്ടും. പ്രിൻ്റ് എടുത്ത് നോക്കാം നമുക്ക്. ഫയലിൽ പ്രിൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പുറത്തുള്ള ആ ഒരു ബോർഡർ മാത്രം കുറച്ച് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ബാക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഗ്രാൻഡ് ടോട്ടലിന് ബോർഡർ കൊടുത്തിട്ടില്ല. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ബോർഡർ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി എനിക്ക് ഈ കൊടുത്തിരിക്കുന്ന ഈ ഹെഡിങ്സ് എല്ലാം വേറെ കളറിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ആ ഹെഡിങ്സ് മാത്രം സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഫോർമാറ്റ് ചെയ്യാനുള്ള ടൂളുണ്ട്. എ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു കളർ കാണിച്ചിട്ടുണ്ടാവും. ആ ഫോണ്ട് കളറാണത്. അതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. ഇപ്പോൾ ഏത് കളറിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ കളർ നമുക്ക് കൊടുക്കാവുന്നതാണ്. കേട്ടോ, അപ്പോൾ ഞാൻ ബ്ലൂ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ സെയിം ആ ടൂളിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്താൽ മതി. ബ്ലാക്കിലേക്ക് വന്നു. സപ്പോസ് നമുക്ക് നമ്മുടെ കൊടുത്തിരിക്കുന്ന മാറ്ററിന് എന്തെങ്കിലും കളർ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഈ ഫോണ്ട് കളർ എന്നുള്ള ഐക്കണിൻ്റെ ടൂളിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫറെൻറ്റ് കളേഴ്സ് കാണിക്കും. ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു കളറിലായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഈ കോളം, ഈ സെല്ല് യെല്ലോ കളറിൽ കൊടുക്കണം. അതിനുവേണ്ടി അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഫിൽ കളറുണ്ട്. ഫിൽ കളർ സെലക്ട് ചെയ്തു, യെല്ലോ കൊടുത്തു. ഓക്കെ, ഇത് ഫിൽ കളറ്, ദെൻ ഫോണ്ട് കളറ്. ഏത് കളറാണോ
വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനു മുമ്പ് മാറ്റർ സെലക്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് ഗ്രാൻഡ് ടോട്ടൽ നിൽക്കുന്ന ആ കോളം, ആ സെല്ല് വേറെ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫിൽ കളർ എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്തു. ഓക്കെ, സാലറി സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചതിൽ നമ്മൾ ഹെഡിങ് ബ്ലൂ കൊടുത്തു, ബ്ലാങ്ക് സെല്ല് നമ്മൾ യെല്ലോ കൊടുത്തു, ഇവിടെ നമ്മൾ റെഡ് ഫില്ല് ചെയ്തു. ഇത് ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫിൽ കളർ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എല്ലാം എനിക്ക് ഡെസിമൽ കൊടുക്കണം, 2 ഡെസിമൽ കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ഹോമിനകത്ത് തന്നെ ഇവിടെ 0 പോലെ കൊടുത്തിരിക്കുന്നതുണ്ട്, ജനറൽ എന്നെഴുതിയിരിക്കുന്നതിൻ്റെ താഴെ ഇൻക്രീസ് ഡെസിമൽ. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെസിമൽ പ്ലേസ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പോയിൻറ്റ് കഴിഞ്ഞിട്ട് 2 സീറോസ് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിനങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തു, 2 ഡെസിമൽ കൊടുത്തു. ഇവിടെ സെലക്ട് ചെയ്തു, ഈ ടൂളിൽ ക്ലിക്ക് ചെയ്തു, 2 ഡെസിമൽ പ്ലേസ് കൊടുത്തു. ഓക്കെ, ഇപ്പം ഇങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്, ഇൻക്രീസ് ഡെസിമൽ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഡിക്രീസ് ഡെസിമലാണ്. അത് കൊടുത്തിട്ട് ഡെസിമൽ പ്ലേസസ് താഴേക്ക് പോകും, ഓരോന്നായിട്ട് കുറയും. ഓക്കെ, കാണിക്കാൻ വേണ്ടിയായിട്ടോ. ഇനി അടുത്തത് ഞാൻ കുറച്ച് കാൽക്കുലേഷൻസ് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 2 നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ ലെസ് ചെയ്ത് കാണിക്കണം. അത് ഈ സെല്ലിനകത്താണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കഴ്സർ പ്ലേസ് ചെയ്തു, ഇക്വേഷൻ ടൈപ്പ് ചെയ്തു, ഈക്വൽ ടു ഈ സെല്ല് ക്ലിക്ക് ചെയ്തു, മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ്, ദെൻ ഈ സെല്ല് ക്ലിക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? എൻട്രി ചെയ്യാം. എൻട്രി ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഫോർമുല എന്താണെന്നുള്ളത് ഇവിടെ ഫോർമുല ബാറിൽ ഡിസ്പ്ലേ ചെയ്യും കേട്ടോ. E6 മൈനസ് F6 ആണ് ഈ വന്നിരിക്കുന്ന ഫിഗർ. ഇനിയിപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തു, ഈക്വൽ സിമ്പൽ കൊടുത്തു, ഈ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുത്തു, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈസി ആയിട്ട്. ഇൻറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ കൊടുത്തു, ദെൻ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുത്തു, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, ദെൻ എൻറ്റർ ചെയ്തു. ഓക്കെ, ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ ആ സെല്ലിനകത്ത് കൊള്ളാതെ ആകുമ്പോഴാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് വലുതാക്കി കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിത് ഡിലീറ്റ് ചെയ്തു, ഈക്വൽ സിമ്പൽ കൊടുത്തു, ഈ സെല്ല്, ദെൻ ഡിവൈഡഡ് ബൈ ദിസ് സെൽ, എൻറ്റർ ചെയ്തു, അതിന് ആൻസർ കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് കാണാം, 50% കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈക്വൽ സിമ്പൽ കൊടുത്തു, ഈ സെല്ലിൻ്റെ 50% ഇൻറ്റു 50%, എൻറ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ആൻസർ ഫിഗർ ഇവിടെ കിട്ടി. ഓക്കെ, എക്സലിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു.